ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഞാനിങ്ങനെ ഒരു വിഷയമൊന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു. വിഷയമില്ലാഴികയല്ല, എന്നും വിഷയങ്ങളാണല്ലോ നമ്മുടെ സമൂഹത്തിൽ. വിഷയങ്ങളേ ഉള്ളൂ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന അതിക്രൂരമായ കൊലപാതകങ്ങളും പീഡന പരമ്പരകളും. എന്തു പറയാൻ, രാവിലെ എഴുന്നേറ്റ് ടി വി ഓണാക്കി കിടന്ന് നമ്മൾ കാണുന്നത് പീഡനം, പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, പിന്നെ ആക്സിഡൻ്റ് കേസ്, അങ്ങനെ നിരവധി സംഭവങ്ങളാണ്. പക്ഷെ ഞാനിതൊന്നുമല്ല പറയാൻ വന്നത്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നടക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ നടക്കും. പീഡനങ്ങളാണേലും തട്ടിക്കൊണ്ടുപോകലാണേലും ഒക്കെ അവിടെ. അപ്പം അത് നമുക്ക് നോക്കാൻ നമ്മുടെ നിയമപാലകരുണ്ട്. നമ്മുടെ കേരള പോലീസ് ഏറ്റവും നല്ല ശക്തമായ സേനയാണ്. അവർ വേണ്ട വിധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട്ഷിപ്പ് ആരൊക്കെ തമ്മിലായിരിക്കണം ഫ്രണ്ട്ഷിപ്പ്? ഏറ്റവും നന്നായി നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്ന ആരെയാണ്? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരെയായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായി നമുക്കൊരു ഫ്രണ്ട്സിനെ കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അല്ലേ? ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയായിരിക്കണം? നമ്മുടെ അമ്മയും അച്ഛൻ. ചെറുപ്രായം മുതൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ഒരു കുഞ്ഞ്, അവനെ അങ്ങോട്ട് സ്കൂളിൽ, അവനായാലും അവളായാലും സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരോടെ കളിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് എന്നെ പറയും, അമ്മേ ഇന്നേ എന്നോട് അവനെ അങ്ങനെ പറഞ്ഞമ്മേ, അല്ലെ ഇവളിങ്ങനെ പറഞ്ഞമ്മേ, ഞങ്ങളുടെ ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞു, അല്ലെ ഞാൻ നന്നായിട്ട് പഠിച്ചത് പറഞ്ഞതെന്ന് എനിക്ക് ടീച്ചർ ഒരു സ്റ്റാർ തന്നമ്മേ. അങ്ങനെ നമ്മുടെ കുഞ്ഞു പിള്ളേർ നല്ല ആവേശത്തോടു കൂടി നമ്മളോട് കാര്യങ്ങളൊക്കെ പറയാൻ വരും. അവർ രാവിലെ സ്കൂൾ ബസ്സിൽ കയറിയ ടൈം മുതൽ തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തുന്നിടം വരെ അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? നമ്മളത് ഉദാസീനമായി തള്ളിക്കളയല്ലേ. നമ്മൾ അവരെ കേൾക്കണം. അവരെ ഇങ്ങനെ കേൾക്കണം. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നതിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാം. ഇവരൊന്നും ക്ലാസ്സിൽ പോകുന്നതല്ലേ, പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ലേ, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചതിനെ അങ്ങ് തള്ളിക്കളയും. പക്ഷെ അങ്ങനല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം നമ്മളങ്ങ് കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും എല്ലാ ദിവസവും അവർക്ക് ഒരു പ്രതീക്ഷയാണ്. അമ്മ നോക്കിയിരിക്കും, അല്ലെ അച്ഛൻ നോക്കിയിരിക്കും. എനിക്ക് അവരോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. എനിക്കൊരു പേടിയില്ല. എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാം. ഒരു മറയുമില്ലാതെ അവർ നമ്മളോട് പറയും. എവിടെ? അവർ സ്കൂൾ ബസ്സിൽ കയറിയ സമയം മുതൽ നമ്മുടെ വീട്ടിൽ വരുമ്പോഴുള്ള അതിനിടയിലുണ്ടായ A-Z കാര്യങ്ങൾ. അപ്പം ആ കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാവും? നമ്മൾ തന്നെ. അച്ഛനും അമ്മയായ നമ്മൾ തന്നെ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ സമൂഹം വളർന്നു വരുന്ന ഈ കുഞ്ഞു മക്കൾ ഒരുപാട് മാനസിക ആരോഗ്യത്തോടുകൂടി വളരാൻ തുടങ്ങും. മാനസിക ആരോഗ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞു മനസ്സിലും അത് വളർന്നു വരുന്ന മനസ്സിലുമൊക്കെ ഒത്തിരി നൊമ്പരങ്ങൾ, കുഞ്ഞു നൊമ്പരങ്ങളാകാം, വലിയ നൊമ്പരങ്ങളാകാം, പറയാൻ പറ്റാത്ത നൊമ്പരങ്ങളാകാം. ഇതെല്ലാം നമ്മുടെ മുന്നേ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഫ്രീ മൈൻഡായി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഹാപ്പി മൂഡാവും, അല്ലേ? ഹാപ്പി മൂഡായാൽ ഒരു കുട്ടി നല്ല ആരോഗ്യവാനാവും, മാനസികമായിട്ടും ശാരീരികവും. അല്ലാതെ നമ്മൾ കുറേ ഫുഡ് നമ്മുടെ കുഞ്ഞിനെ കൊടുക്കും, അപ്പം പറയുന്ന എല്ലാ ടോയ്സും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും.
അവനും അവളും. ആരായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കുറേ പണിയുന്നു, കുറേ കഷ്ടപ്പെടുന്നു. അവർ പറയുന്നത് അച്ഛാ അമ്മ എനിക്ക് ഇന്ന സാധനം വേണം, എൻ്റെ കൂട്ടുകാരൻ അതുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിക്ക് ഇതുണ്ടായിരുന്നു, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചെയ്യുമോ, നമ്മുടെ കുഞ്ഞ് പറഞ്ഞതല്ലേ കൊടുത്തേക്കാം എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ വൈകിട്ട് കൊണ്ടത് കൊടുക്കുകയും ചെയ്യും. ഇത് കൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കൈ കൊടുക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിക്കണം, മോനെ ഇന്ന് എന്നെ കണ്ട് വിശേഷങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ മറക്കരുത്. എന്നെ ഉണ്ട് വിശേഷം, സ്കൂളിൽ ടീച്ചർ എന്നെയൊക്കെ പഠിപ്പിച്ചു എന്നൊരു ചോദ്യം. കാരണം ആ കുഞ്ഞിന് നമ്മളോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് ചോദിക്കാത്തതുകൊണ്ട് പറയാതെ ഇരിക്കും. ചിലപ്പോൾ ഇനി സ്കൂളിൽ ടീച്ചർ പഠിക്കാത്തതിനെ അടിച്ചു എന്ന് പറയുമ്പം നീ പഠിക്കാതെ പോയിട്ടല്ലേ നിന്നെ അടിച്ചത്, നീ അനുഭവിച്ചോടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിക്കാനിരിക്കുമായിരുന്നു, നിന്നോട് ഞാൻ ഇത് തന്നെയാടാ പറയുന്നത്, നീ വീട്ടിൽ വെച്ച് പഠിക്കാതെ പോയിട്ടല്ലേ നിനക്ക് അവിടെ ഈ പ്രശ്നം ഉണ്ടായേ. നമ്മളങ്ങനെ ഒരിക്കലും പിള്ളേരെ നിരുത്സാഹപ്പെടുത്തല്ലേ. അവർ പറയുന്ന കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം നമ്മൾ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. അങ്ങനെ ക്ഷമയോടെ കേൾക്കുന്ന ഓരോ വീട്ടിലെയും കുട്ടികൾ അവർ നല്ല എന്താ പറയുന്നത് സന്തോഷമായിട്ട് വളരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവരുടെ മനസ്സിൽ പ്രശ്നങ്ങളേ ഇല്ല. കാരണം എന്താ, അന്നൊന്നുള്ള പ്രശ്നങ്ങൾ അന്നൊന്ന് അവരുടെ അമ്മയുടെ അച്ഛൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൊല്യൂഷനും അവരുടെ അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു, അവരൊക്കെയാണ്. മറുവശം നമ്മളൊന്ന് ചിന്തിച്ച് ഓടിച്ചെന്ന് അമ്മയോടോ അച്ഛനോടോ അമ്മ എനിക്കൊരു കാര്യം പറയണം, നീ പോടാ എഴുന്നേറ്റ്, എനിക്ക് കുറച്ച് പണിയുണ്ട്, എനിക്കിപ്പോൾ ഇതിലൊന്നും നേരമില്ല, നീ പോയി കളിച്ചേ പോ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, എന്ത് നമ്മുടെ കുഞ്ഞിന് മാനസികമായി അവന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അവനാരോടും പറയാൻ പറ്റുന്നില്ല. അവനൊരു പരിഹാരം ആരും നിർദ്ദേശിച്ചു കൊടുക്കാനല്ല, ടീച്ചറോട് പറയാൻ പറ്റത്തില്ല. കൂടെ പഠിക്കുന്നവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളല്ലേ, ഒരു വലിയ പ്രശ്നം വന്നാൽ അതിന് ഒരു എന്താ പറയുന്നത് ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായമായ കുഞ്ഞുങ്ങളായിരിക്കുകയല്ല. ഇനിയും പ്രാപ്തിയായ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എങ്ങനെ ഇവർ വിശ്വസിച്ച് പറയുമെന്നൊരു ഭയം ഇവരുടെ മനസ്സിലുണ്ടാവും. അപ്പം വിശ്വാസം, പ്രതീക്ഷ, ഇതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും മെയിൻ അജണ്ട. കൈ കൂപ്പി പറയുകയാണ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളായി മാറണം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ബെസ്റ്റ് സ്റ്റുഡൻസ് ആവുന്നത്. ഓക്കെ.